നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നാമത്തിൽ ഈ സന്ധ്യയെങ്കിൽ ഏവർക്കും സ്നേഹ വന്ദനങ്ങളെ അറിയിക്കട്ടെ. ഈ വെള്ളിയാഴ്ച ദിനത്തിൽ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരുന്നുകൊണ്ട് ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് പരസ്പരം കാണുവാനായിട്ടും പാട്ടുകൾ പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, അന്യോന്യം ഓർക്കുവാൻ ദൈവം തന്നിരിക്കുന്ന നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വചനം പഠിക്കുവാനായിട്ട് ദൈവം തന്നിരിക്കുന്ന അവസരം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ തക്കവണ്ണം ഈ സന്ധ്യ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിൽ പ്രവേശിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരെയും യേശുമിശിഹായുടെ നാമത്തിൽ ഹാർദമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികളിലെ 15-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ 14 അധ്യായങ്ങൾ പഠിച്ച് പൂർത്തീകരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചു. അപ്പോസ്തലനായ പൗലോസിന്റെയും ബർണബാസിന്റെയും ഒന്നാമത്തെ മിഷണറി യാത്രയെക്കുറിച്ചാണ് 13-14 അധ്യായങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. ആ ഒന്നാമത്തെ മിഷണറി യാത്ര എവിടെ തുടങ്ങിയോ അവിടെ അവർ മടങ്ങി വന്ന് അവസാനിപ്പിക്കുന്നു. അന്ത്യോക്യയിൽ തുടങ്ങി അന്ത്യോക്യയിൽ വന്ന് അവസാനിപ്പിക്കുന്നതായിട്ടുള്ള രംഗം നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഈ സമയത്തിനുള്ളിൽ പല പ്രദേശങ്ങളിലേക്ക് അവർക്ക് കടന്നു പോകുവാനായിട്ടും കർത്താവിന്റെ സാക്ഷ്യം നിവർത്തിപ്പാനായിട്ടും ദൈവം അവിടുന്ന് അവരെ സഹായിച്ചു. അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി അനേകരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ, അനേകർക്ക് മാനസാന്തരം പ്രസംഗിപ്പാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് അവരെ സഹായിച്ചു. ഇനി 15-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിപ്പാനായിട്ട് പോവുകയാണ്. ഈ 15-ാമത്തെ അധ്യായത്തിന്റെ പ്രത്യേകത എന്താകുന്നു എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ജെറുസലേം കൗൺസിൽ നടന്നതായിട്ടുള്ളതായ അധ്യായമാണ് 15-ാമത്തെ അധ്യായം. AD 49 ജെറുസലേം സുന്നഹദോസ് എന്ന പേരിൽ അറിയപ്പെടുന്നതായ ജെറുസലേം കൗൺസിൽ നടന്നതായ വർഷമാണ് AD 49. ആ ജെറുസലേം കൗൺസിലിനെ കുറിച്ചാണ് ഈ 15-ാമത്തെ അധ്യായത്തില് പ്രധാനമായിട്ടും പരാമർശിക്കുന്നത്. ഈ ജെറുസലേം കൗൺസിൽ വിളിച്ചു കൂട്ടുന്നതിന് കാരണമായതായ ഒരു വിഷയമുണ്ട്. ആ വിഷയമാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുവാനായിട്ട് പോകുന്നത്. 15-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, യഹൂദിയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസും ബർണബാസും ഒന്നാം മിഷണറി യാത്രയ്ക്ക് ശേഷം അന്ത്യോക്യയിലേക്ക് മടങ്ങി വന്നു. അന്ത്യോക്യയിൽ അവരവരുടെ ദിവസങ്ങൾ ചെലവഴിക്കുന്നതായിട്ടുള്ള സമയത്ത് യഹൂദിയയിൽ നിന്നും ക്രിസ്ത്യാനികളായതായ യഹൂദന്മാർ കടന്നു വന്നിട്ട് അവരോട് പറയുന്നതായ കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല. സോ സാൽവേഷൻ ത്രൂ സർക്കംസിഷൻ. ഈ ഒരു ഉപദേശം അവരുടെ ഉള്ളിലേക്ക് കുത്തിവെക്കുകയാണ്. പൗലോസും ബർണബാസും ജാതികളുടെ നടുവിലേക്ക് പോയി ജാതികളോട് സുവിശേഷം പറഞ്ഞു. ന്യായപ്രമാണത്തെ കുറിച്ചല്ല അവർ പ്രസംഗിച്ചത്, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ, സാൽവേഷൻ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. When you accept Jesus Christ as your personal savior, you will be saved. That was their gospel. ഈ ഗുഡ് ന്യൂസ് ആണ് അവര് ലോകത്തിന് നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ രക്ഷ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത് വിശ്വസിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല, യേശുക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമായില്ല, ചില കർമാദികൾ കൂടെ ചെയ്തെങ്കിൽ മാത്രമേ ആ രക്ഷ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് യഹൂദന്മാർ ഇവരോട് വന്ന് പറയുന്നതാണ്, രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത് പരിച്ഛേദന കൂടി ഏൽക്കുമ്പോൾ മാത്രമേ രക്ഷ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അതിന് ഉപോത്ബലകമായിട്ട്, ആധാരമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് മോശ ന്യായപ്രമാണത്തിൽ കൂടെ അവരോട് കൽപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങളെയാണ് അവരവിടെ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് കാണുവാനായിട്ട് കഴിയും. മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല. മോശ പറഞ്ഞതായിട്ടുള്ള ന്യായപ്രമാണം എന്താണ്? ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായം
10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ജനസിസ് ചാപ്റ്റർ 17 വേഴ്സസ് ഫ്രം 10 to 12. ഉൽപ്പത്തി 17 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേ ഉള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമമാവിത്, നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അതെനിക്കും നിങ്ങൾക്കും മധ്യേ ഉള്ള നിയമത്തിന്റെ അടയാളമാകും. തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, സർക്കംസിഷൻ നടന്നിരിക്കണം. ഒരു വാക്യം കൂടെ കാണിക്കാം. ലേവ്യ പുസ്തകം 12-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 12 verse 3. ലേവ്യ 12-ന്റെ 3-ാമത്തെ വാക്യം. 8-ാം ദിവസം അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. ഓൺ 8th day circumcision should be taken place. ഇനി ഒരു പ്രധാനപ്പെട്ടതായ പാരഗ്രാഫിലേക്ക് കൂടെ ഞാൻ പോവുകയാണ്. ഗലാത്യ ലേഖനം 2-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 1 to 10. എല്ലാ വാക്യങ്ങളും വായിക്കേണ്ടതാണ്, പ്രാധാന്യമുള്ള വാക്യങ്ങളാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിക്കുക. ആ അധ്യായം മൊത്തം വായിക്കേണ്ടതാണ്. 1 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജെറുസലേം കൗൺസിലിന് ആധാരമായിരിക്കുന്നതായ വിഷയമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. അതായത് അപ്പോസ്തല പ്രവർത്തികളിലെ 15-ാമത്തെ അധ്യായത്തിൽ കാണുന്ന രംഗം ഗലാത്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് 14 വർഷം, അതായത് നമുക്കറിയാമല്ലോ, ഡമാസ്കസിൽ വെച്ച് അദ്ദേഹത്തിന് ദൈവിക ദർശനം ലഭിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് 3 വർഷം അറേബ്യയിലേക്ക് പോകുന്നു, പിന്നെ മടങ്ങി വരുന്നു. അതിനുശേഷം അന്ത്യോക്യയിൽ വന്നതിന് ശേഷമാണ് ഈ പറയുന്നതായിട്ടുള്ള മിഷണറി യാത്രകൾക്ക് അദ്ദേഹം പോകുന്നത്. ഇവിടെ പൗലോസ് പറയുകയാണ്, 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബർന്നബാസുമായിട്ട് തീത്തോസിനെ കൂട്ടിക്കൊണ്ട് യെരുശലേമിലേക്ക് പോയി. ഞാൻ ഒരു വെളിപ്പാട് അനുസരിച്ച് അത്ര പോയത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട്, വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. എന്റെ കൂടെയുള്ള തീത്തോസ് യവനൻ എങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കിക്കോണം. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അതായത് തീത്തോസ് യവനനാണ്, ജാതീയനാണ്. അദ്ദേഹം സർക്കംസിഷൻ ഏറ്റിട്ടില്ല, പരിച്ഛേദന ഏറ്റിട്ടില്ല. വിശ്വാസത്താൽ കർത്താവിനെ അംഗീകരിച്ചതായിട്ടുള്ള ഒരു വ്യക്തിത്വം മാത്രമാണ്. തീത്തോസിനോട് പൗലോസോ ബർന്നബാസോ ആരും പറഞ്ഞിട്ടില്ല സർക്കംസിഷൻ നീ എടുക്കണം, പരിച്ഛേദന ഏറ്റെങ്കിൽ മാത്രമേ നിന്റെ രക്ഷ പൂർത്തീകരിക്കത്തുള്ളൂ എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ പൗലോസ് പറയുന്നത് കണ്ടോ, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നതായ ഒരു സമൂഹം, ആ സമൂഹത്തിൽ ദുരുപദേശം എന്നുള്ളതായ വിഷം കുത്തിവെച്ചുകൊണ്ട് ആ സമൂഹത്തിന്റെ ഇടയിൽ ഒരു കലക്കം ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നുഴഞ്ഞു കയറും. ഇൻട്രൂഡേഴ്സ്, നമുക്കറിയാം ആ വേർഡ് ഉപയോഗിക്കുമ്പോൾ, ഇൻട്രൂഡേഴ്സ് എന്നുള്ള വേർഡ്, നുഴഞ്ഞു കയറ്റക്കാര്. ഈ നുഴഞ്ഞു കയറ്റക്കാരെ കുറിച്ച് നമ്മൾ എവിടെയാ കൂടുതൽ കേൾക്കുന്നത്? കാശ്മീർ ബോർഡറിലാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ളതായ ടെററിസ്റ്റുകൾ നമ്മൾ യൂഷ്വലി കേൾക്കാറുണ്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി. ഈ നുഴഞ്ഞു കയറ്റക്കാരുടെ ഉദ്ദേശം എന്താണ്? തകർക്കുക എന്നുള്ളതാണ്, നശിപ്പിക്കുക, കലക്കമുണ്ടാക്കുക. ഇതാണ് നുഴഞ്ഞു കയറ്റക്കാരുടെ ഉദ്ദേശം. ടെററിസ്റ്റുകൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇന്ത്യയെ തകർക്കുക, ഇല്ലായ്മ ചെയ്യുക, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി കലക്കി നിർത്തുക. ഇവിടെയും കണ്ടോ, യഹൂദായിൽ നിന്നും കടന്നു വന്നതായിട്ടുള്ള ചില കള്ള സഹോദരന്മാർ ഈ പറയുന്നതായ സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറി, ഉപദേശ പിശകുമായിട്ട് നുഴഞ്ഞു കയറി. പൗലോസിന്റെ ചങ്ക് പൊട്ടുന്ന ഒരു പരിപാടിയായി. താൻ ജീവനും പ്രാണനും കൊടുത്ത് അധ്വാനിച്ച് ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു സമൂഹം, ജനം, ജാതീയരോട് സുവിശേഷം പറയുമ്പോൾ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അദ്ദേഹം ഏൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ കഷ്ടനഷ്ടങ്ങളൊക്കെ ഏറ്റ് ക്രിസ്തുവിന് വേണ്ടി നിലനിന്ന്
ക്രിസ്തുവിന്റെ സുവിശേഷം പറഞ്ഞു കൊടുത്ത ആളുകളെ മാനസാന്തരപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ചില പുള്ളികൾ, മിടുക്കന്മാരായിട്ടുള്ള ചിലർ, അല്ലെങ്കിൽ മിടുക്കന്മാരെന്ന് അഭിമാനിക്കുന്ന ആളുകൾ അതിനകത്തേക്ക് ദുരുപദേശവുമായിട്ട് നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ അപ്രകാരം തന്നെ പറഞ്ഞിരിക്കുന്നത്. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, ഇൻട്രൂഡേഴ്സിന്റെ ജോലി എന്താണ്? നുഴഞ്ഞുകയറ്റക്കാരുടെ ജോലി എന്താണ്? ഇല്ലായ്മ ചെയ്യുക, നശിപ്പിക്കുക, കലക്കമുണ്ടാക്കുക. പൗലോസ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം കണ്ടോ? അവർ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മെ അടിമപ്പെടുത്തേണ്ടതിന്, ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ. അപ്പോ നമ്മളെ അടിമപ്പെടുത്തുവാൻ, നാം പൊയ്ക്കൊണ്ടിരിക്കുന്നതായ ആ സ്പീഡ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുവാൻ, നമ്മെ ഒന്ന് കലക്കി നിർത്തുവാൻ, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയെ തകർക്കുവാൻ. പിശാചിനെ സംബന്ധിച്ചിടത്തോളം ദൈവമക്കളെ സന്തോഷകരമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു വളർച്ചയുടെ പന്താവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തെ, സഭയെ, സമൂഹത്തെ തകർക്കുവാനായിട്ട് പഠിച്ച പണി 18 നോക്കുന്നായിട്ടുള്ള വ്യക്തിത്വമാണ് പിശാച് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ആ പിശാച് എങ്ങനെയാ വരുന്നത്? ആളുകളിൽ പ്രവേശിച്ച് അവരിൽ കൂടെയാണ് കടന്നു വരുന്നത്. വലിയ ഗ്രൂപ്പൊന്നും വേണമെന്നില്ല ഒരു സമൂഹത്തെ തകർക്കാൻ. ചില ഉപദേശ പിശകുകൾ, ചില ദുരുപദേശങ്ങൾ ഒരു സമൂഹത്തിലേക്ക്, നമുക്കറിയാമല്ലോ, ഒരു മനുഷ്യനെ ജീവൻ നശിപ്പിക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ ഒരല്പം പോയിസന്റെ ആവശ്യം മാത്രം മതി. കൂടിയ വിഷമാണെന്നുണ്ടെങ്കിൽ 1 ml മതി നശിപ്പിക്കുവാനായിട്ട് എന്നുള്ളത് ഓർത്തുകൊള്ളാം. സഭാപ്രസംഗിയിൽ നമ്മൾ കാണുന്നുണ്ട്, ചത്ത ഈച്ച തൈലക്കാരന്റെ എണ്ണ മുഴുവനും നാറുമാറാക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ വളരെ വിരലിൽ എണ്ണാവുന്നതായിട്ടുള്ള ആളുകളിൽ കൂടെ പിശാച് പ്രവേശിച്ചതിന് ശേഷം നന്നായി പോയിക്കൊണ്ടിരിക്കുന്നതായ, യാതൊരു ആശങ്കകളും ഇല്ലാതെ, അല്ലെങ്കിൽ അവരുടെ തങ്ങളെ വിശ്വസിച്ചതായിട്ടുള്ള കർത്താവിനെ കുറിച്ചോ തങ്ങളുടെ വിശ്വാസത്തെ കുറിച്ചോ ഒരു സംശയവും ഇല്ലാത്തതായ ആളുകളുടെ ഇടയിൽ കടന്നു വന്ന് നൂഴ്ന്നു വന്ന് അവരെ സംശയത്തിന്റെ വിത്തുകൾ പാകി അവരെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്കൊരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഈ 2 ഭാഗങ്ങളും കൂടെ ഞാൻ ക്ലബ് ചെയ്തുകൊണ്ട് അങ്ങ് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എങ്കിലേ നിങ്ങൾക്ക് അത് പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കി പോകുവാനായിട്ട് സാധിക്കും. ഇവിടെ 1-ാമത്തെ വാക്യം, 15-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് ഒന്ന് മടങ്ങി വന്നാട്ടെ. 15-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞത്? യഹൂദയിൽ നിന്ന് ചിലർ വന്നു. പൗലോസ് അവരെ കുറിച്ച് പറഞ്ഞത് കണ്ടല്ലോ, കള്ള സഹോദരന്മാർ. ഓക്കെ, അവർക്ക് കൊടുത്ത പേര് കള്ള സഹോദരന്മാർ. എന്നിട്ട് അവർ പറഞ്ഞത് എന്താണ്? നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? നമ്മളെ അടിമപ്പെടുത്തുവാൻ വേണ്ടി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കള്ള സഹോദരന്മാർ വന്നത്? നമ്മളെ അടിമപ്പെടുത്തുവാൻ വേണ്ടി. എന്തിനാൽ അടിമപ്പെടുത്തുന്നത്? ഉപദേശ പിശകിനാൽ അടിമപ്പെടുത്തുന്നു. എന്താണ് ഉപദേശ പിശക്? സാൽവേഷൻ ത്രൂ സർക്കംസിഷൻ. പരിച്ഛേദന കൂടി ഏറ്റെങ്കിൽ മാത്രമേ രക്ഷ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ഇതാണ് അവർ പറഞ്ഞു കൊടുക്കുന്നതായ ദുരുപദേശം എന്നുള്ളത് ഓർത്തുകൊള്ളണം. പൗലോസ് ഇവിടെ പറഞ്ഞല്ലോ, ഗലാത്യ ലേഖനത്തിൽ കൂടെ 2-ാം അധ്യായത്തിൽ കൂടെ നിങ്ങൾ ഒരു വിരല് അവിടെയും ഇരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ടേൺ ചെയ്ത് മാറേണ്ടതായിട്ടുണ്ട്. അതിന് പൗലോസ് എന്താ ചെയ്തത്? 2-ാം അധ്യായം ഗലാത്യ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്കൊരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ഇനി അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വന്നാട്ടെ. 15-ാമത്തെ അധ്യായം നമ്മൾ കാണുന്നത് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെ പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. ഓക്കെ, ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ഈ സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് പറയുകയാണ്, പൗലോസും ബർന്നബാസും ഒരു നാഴിക പോലും എന്ത് ചെയ്തില്ല? അവർക്ക് വഴങ്ങിക്കൊടുത്തില്ല. അവർ കൊണ്ടുവന്നതായ ദുരുപദേശം അതിന് വഴങ്ങിക്കൊടുത്തില്ല. അവരെന്ത് ചെയ്തെന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ കണ്ടത്? ഒരു ഉഗ്രൻ ഡിബേറ്റ് ഉണ്ടായി, ഒരു ഉഗ്രൻ ആർഗ്യുമെന്റ് ഉണ്ടായി. ആദിമ സഭയെ തകർക്കുവാൻ വേണ്ടി,
നന്നായിട്ട് ഫ്ലറിഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതായ ആദിമ സഭയെ, അതിന്റെ പ്രേഷിത പ്രവർത്തനത്തെ തകർക്കുവാൻ വേണ്ടി പിശാച് തന്നാൽ ആവത് ചെയ്യുകയാണ്. ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചു, ഇന്നും നന്നായി പോകുന്നതായ സമൂഹത്തെ, അതിന്റെ വളർച്ചയെ തകർക്കുവാൻ, തടയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ പിശാച് തന്നാൽ ആവത് ചെയ്യും. എന്നാൽ പൗലോസിനെയും ബർന്നബാസിനെയും ഒന്ന് കറക്കാൻ, അവരുടെ ഉള്ളിൽ സംശയത്തിന്റെ വിത്ത് പാകുവാൻ, തങ്ങൾ പറയുന്ന സുവിശേഷത്തിന്റെ പൂർത്തീകരണം സർക്കംസിഷൻ കൂടെ ചെയ്തെങ്കിൽ മാത്രമേ രക്ഷ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതായ സംശയം അവരുടെ ബ്രെയിനിൽ ഒന്ന് ഇട്ടുകൊടുത്ത് അവരിൽ ഒരു കലക്കമുണ്ടാക്കി, അവരുടെ മനസ്സിൽ തന്നെ ഒരു കലക്കമുണ്ടാക്കി, അവരുടെ ശുശ്രൂഷയ്ക്ക് ആ സ്പീഡ് ഒന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക. പിശാചിന്റെ ജോലി എന്താ നമുക്കറിയാം, വഞ്ചിക്കുക എന്നുള്ളതാണ്. ടു ഡിസീവ്, നമ്മളെ വഞ്ചിക്കുക. ഇവിടെയും അതേ പ്രവർത്തനം തന്നെയാണ് ചെയ്യുന്നത്. അറിഞ്ഞും അറിയാതെയും ഇന്നും അനേക സത്യക്രിസ്ത്യാനികൾ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതുപോലെയുള്ളതായ ഉപദേശ പിശകുകൾ വരുമ്പോൾ ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്നറിയാതെ ദുരുപദേശം പറയുന്ന ആളുകൾ പറയുന്നതും ശരിയാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ അവർ പറയുമ്പോൾ നമുക്കൊരു മറുപടിയില്ലാതെ നമ്മൾ ആ പറയുന്ന ദുരുപദേശത്തിന് പുറകാലെ പോകും. അതെന്തുകൊണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, വചനത്തെക്കുറിച്ച് ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്, ആഴമായ പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ദുരുപദേശം നാം കേൾക്കുന്ന മാത്രയിൽ നമ്മൾ അതിനെ ചെവി കൊടുക്കുകയും അതിന്റെ പുറകാലെ പോവുകയും ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ജനമേ, ഇവിടെ പൗലോസും ബർന്നബാസും ചെയ്തത് എന്താണ്? തങ്ങളോട് ഈ ദുരുപദേശം പറയുവാൻ കടന്നു വന്നതായ ഈ വ്യക്തികളോട് ഞാൻ പറയാം, താഴേക്ക് വരുമ്പോൾ പറയാം എന്തുകൊണ്ടാണ് ഇത് ദുരുപദേശം, ഫോൾസ് ടീച്ചിങ് എന്നുള്ളൊരു വേർഡ് ഞാൻ ഇവിടെ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത് താഴേക്ക് വരുമ്പോൾ ഞാനത് നിങ്ങളെ മനസ്സിലാക്കിച്ചു തരാം. എന്നാൽ ഇപ്പോൾ ഞാൻ ആ വേർഡ് റിപ്പീറ്റ് ചെയ്ത് തന്നെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ ഉപദേശം, തങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായ ഈ ഉപദേശം അവർ കേൾക്കുമ്പോൾ ശക്തമായിട്ട് അവർ അതിനോട് എതിർത്ത് നിൽക്കുകയാണ്. എതിർത്ത് നിൽക്കുന്നതിന്റെ കാരണം എന്താകുന്നു? തങ്ങൾ പറഞ്ഞതായ സുവിശേഷത്തെ കുറിച്ച് 100% പൗലോസിനും ബർന്നബാസിനും കോൺഫിഡന്റ് ആണ്. നല്ല കോൺഫിഡൻസ് അവർക്കുണ്ട്. അവർ പറഞ്ഞതിൽ പരിപൂർണ വിശ്വാസം അവർക്കുണ്ട്. അവരുടെ ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനായിട്ട് ഒരു വ്യക്തികൾക്കും സാധ്യമല്ല. അതുകൊണ്ട് പൗലോസും ബർന്നബാസും അവരോട് ശക്തമായിട്ട് എതിർത്ത് നിൽക്കുകയാണ്. ഇനി താഴേക്ക് വരുന്നായിട്ടുള്ള സമയത്ത് ഗലാത്യ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം മുതൽ തുടർന്ന് വായിക്കുക. വാക്യങ്ങളെല്ലാം ഞാനിപ്പോൾ വായിക്കുന്നില്ല. അവിടെ സംഭവിച്ചായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ ഒരു പരാമർശം വെച്ചിരിക്കുന്നത്. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ച് തന്നിട്ടില്ല. നേരെ മറിച്ച് പരിശോധനയുടെ അപ്പോസ്തലത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചത് കൊണ്ട് പത്രോസിന് പരിശോധനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രജന്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണവും ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടു. ഇനിയും താഴെ കാണുന്ന വാക്യങ്ങള് അന്ന് യെരുശലേം കൗൺസിലിൽ ഉണ്ടായതായിട്ടുള്ളതായ ആ ഡിസിഷനെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി നമുക്ക് മടങ്ങി ഈ 15-ാമത്തെ അധ്യായത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 2-ാമത്തെ വാക്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും എന്താ ചെയ്തത്? കുറെ ആർഗ്യുമെന്റ് നടത്തി, കുറെ ഡിബേറ്റ് നടത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടുകിട അയയുന്നില്ല. നല്ല ടൈറ്റ് ആർഗ്യുമെന്റ്, ആരും വിട്ടുകൊടുക്കുന്നില്ല. അപ്പൊ എന്താ ചെയ്തത്? പൗലോസും ബർന്നബാസും കൂടെ തീരുമാനിച്ചത് എന്താ? ഈ തർക്കസംഗതിയെ പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. ദൈവത്തിന് സ്തോത്രം. നല്ല ഒരു മാതൃക ഈ അപ്പോസ്തലന്മാർ നമ്മളെ കാണിച്ചു തരികയാണ്. ഒരു നല്ല തർക്കമുണ്ട്, ഉപദേശപരമായിട്ടുള്ളതായ വിഷയമാണ്, ഉപദേശ തർക്കം തന്നെയാണ്. ഇത്രയും ടൈറ്റായിട്ടുള്ള ആർഗ്യുമെന്റ്, ഡിബേറ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്ന് കാണുന്ന കാര്യം എന്താണ്? സഭയിൽ ഒരു പ്രശ്നമുണ്ടായാൽ,
ദൈവമക്കളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനടി പോലീസ് സ്റ്റേഷനിലേക്ക്, കോടതികളിലേക്കൊക്കെയാണ് തീരുമാനം ഒത്തുതീർപ്പാക്കുവാൻ വേണ്ടി പോകുന്നതെന്ന് ഓർത്തുകൊള്ളണം. എന്നാൽ ഒന്നാമത്തെ ജെറുസലേം കൗൺസിൽ ഇന്നത്തെ സഭകൾക്കെല്ലാം, അത് ഇന്ന സഭയെന്നില്ല, ഭാരതത്തിലെ എല്ലാ ക്രൈസ്തവ സഭകൾക്കും മാതൃകയാവേണ്ടുന്നതായ യെരുശലേം കൗൺസിലാണ് യെരുശലേം കൗൺസിൽ എന്നോർക്കണം. എല്ലാം കൊണ്ടും ഒരുപാട് പ്രത്യേകതയുള്ളതാണ് ഈ യെരുശലേം കൗൺസിൽ. അത് വരും വഴി ഞാനത് ഓരോ പ്രത്യേകതകൾ പറയാം. ഒന്നാമതായിട്ട് നമുക്ക് അതിന്റെ പ്രത്യേകതയിൽ ഇവിടെ കാണുന്നത്, തങ്ങളിൽ പ്രശ്നമുണ്ടായപ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ് ഉണ്ടായപ്പോൾ, ആ ആർഗ്യുമെന്റ് തീർക്കുവാൻ വേണ്ടി പബ്ലിക്കിന്റെ നടുവിലേക്കല്ല ഓടിയത്, ദൈവമില്ലാത്തവന്റെ നടുവിലേക്കല്ല ഓടിയത്, കോടതി മുഖേന വ്യവഹാരം നടത്തുവാനായിട്ടല്ല അവർ ഓടിയത്. അവർ തീരുമാനിച്ചു സഭ നേതൃത്വത്തിന്റെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞാൽ, അന്ത്യോക്യയിൽ നിന്ന് യെരുശലേമിലേക്ക് സഭ എവിടെ തുടങ്ങിയോ അല്ലെങ്കിൽ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകുവാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ നല്ല ഒരു മാതൃക ഈ പൗലോസും ബർന്നബാസും എതിർകക്ഷികളും അവിടെ കാണിച്ചു തരുന്നുണ്ട്. എതിർകക്ഷിയും ഓടിയില്ല, നേരെ കോടതിയിലേക്ക് ഞങ്ങൾ പോവുകയാണ്, ഇത് അവിടെ കൊണ്ട് നമുക്ക് കാണാം, അവിടെ വെച്ച് തീർക്കാം എന്നൊന്നും പറഞ്ഞില്ല. അവരും ഓക്കെ, നമുക്ക് സഭാ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോവാം, അപ്പോസ്തലന്മാരെ പോയി കാണാം, ജെറുസലേമിലേക്ക് പോവാം. ഇന്നായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ വിഷയം ഡെഫിനറ്റ്ലി പോകുന്നത് കോടതിയിലേക്കോ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്കോ പരാതികളായിട്ടാണ് പോകുന്നത്. പിന്നെ അവിടെയാണ് തീർക്കുന്നത്. ദൈവമില്ലാത്തവന്റെ അടുത്തും വചനത്തെ അറിയാത്തവന്റെ അടുത്തും പോയിരുന്നു കൊണ്ട് ഡിസ്കസ് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള ഗതികേട്. നമുക്ക് ഈ ഭാഗത്തേക്ക് വരാം. അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ പോകണമെന്ന് നിശ്ചയിച്ചു. സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്നിക്കയിലും ശമരിയയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ചു. സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. അന്ത്യോക്യയിൽ നിന്നും യെരുശലേമിലേക്ക് പോകും വഴി ഫൊയ്നിക്ക പട്ടണത്തില്, ശമരിയ പട്ടണത്തില് അവർ പ്രവേശിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഇവര് പോകുന്ന മാത്രയിൽ അവിടെയുള്ളതായ ശിഷ്യഗണങ്ങളോട്, അവിടെയുള്ളതായ സഹോദരന്മാരോട് പറയുവാൻ അവരുടെ കയ്യിൽ ഒരു സന്തോഷ വർത്തമാനം ഉണ്ട്. ആ സന്തോഷ വർത്തമാനം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, തങ്ങളുടെ ഒന്നാം മിഷണറി യാത്രയിൽ കൂടെ അവർക്ക് ലഭിച്ചതായ വലിയ ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ അവരുടെ ഒന്നാം മിഷണറി യാത്രയിൽ ഉണ്ടായതായ ഫലത്തെക്കുറിച്ച്, അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച്, അവർക്ക് സന്തോഷം നൽകുന്നതായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് അവർക്ക് പറയുവാനായിട്ടുണ്ടായിരുന്നു. ഇത് അവരോട് ഷെയർ ചെയ്തതിന്റെ കാരണം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, ഫൊയ്നിക്കയിലും ശമരിയയിലും ഉള്ളതായ ക്രിസ്ത്യാനികൾക്ക്, അവിടെയുള്ളതായ കൂട്ട സഹോദരങ്ങൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആകുവാൻ, ഒരു എൻകറേജ്മെന്റ് ആകുവാൻ വേണ്ടിയിട്ടാണ്. അവിടെയും അവർക്ക് സംഭവിക്കുന്നത് എന്താണ്? ആ കൂട്ടത്തിനും കൂട്ടായ്മയ്ക്കും ഒരു മഹാസന്തോഷം അവിടെ ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ സന്തോഷം. ദൈവമക്കളെ ഓർക്കണം, സമ്പത്ത് കൂടിയതിന്റെ മഹാസന്തോഷമല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഗ്രേറ്റ് ജോയ് എന്ന മഹാസന്തോഷം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കർത്താവിന്റെ ജനനത്തെങ്കിലും ദൂതന്മാർ വന്ന് ആട്ടിടയന്മാരോട് പറയുന്നത് എന്താ? ഒരു മഹാസന്തോഷം. സുവിശേഷം അന്നും ഇന്നും എന്നും ഒരു മഹാസന്തോഷമാണ് എന്നുള്ളത് ഓർക്കണം. യേശുക്രിസ്തുവിന്റെ ജനനം എന്നുള്ളത് ഒരു ഗുഡ് ന്യൂസ് ആണ്. ആ ഗുഡ് ന്യൂസ്, ആ ഗോസ്പൽ, ആ സുവിശേഷം ലോകത്തിന് മുഴുവനും ഒരു മഹാസന്തോഷമാണ്. അപ്പോൾ സുവിശേഷം എന്നുള്ളത് ഒരു ഗ്രേറ്റ് ജോയിയാണ്, ഒരു മഹാസന്തോഷമാണ്. ഇവിടെ ഇവരോട് പറയുമ്പോൾ, ഫൊയ്നിക്കക്കാരോടും ശമരിയക്കാരോടും പറയുമ്പോൾ അവർക്കൊരു മഹാസന്തോഷം ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, സുവിശേഷത്തിന് മാത്രമേ, ദൈവവചനത്തിന് മാത്രമേ അസമാധാനമുള്ളവർക്ക്, അസന്തോഷമുള്ളവർക്ക് സമാധാനത്തെയും സന്തോഷത്തെയും നൽകുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇതൊരു വല്ലാത്ത സന്തോഷമാണ്, ഒരു മഹാസന്തോഷമാണ്. ഈ മഹാസന്തോഷം നമുക്ക് നമ്മുടെ സമ്പത്തിൽ കൂടെയോ നമ്മുടെ സ്ഥാനമാനങ്ങളിൽ കൂടെയോ ഒന്നും നമുക്ക് ലഭിക്കുന്നതല്ല. സുവിശേഷം തരുന്ന സന്തോഷം, കർത്താവ് തരുന്ന സന്തോഷം, കർത്താവ് തരുന്ന സമാധാനം, അത് ലോകത്തിന് തരുവാനായിട്ട് കഴിയുന്നതല്ല. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ യെരുശലേമിൽ എത്തിയാറെ സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു. ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു. യെരുശലേമിലെത്തി ഫൊയ്നിക്യ, ശമരിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ കൂടെ കടന്ന് സുവിശേഷത്തിന്റെ സന്തോഷത്തെ അവരറിയിച്ചപ്പോൾ അവർക്കും മഹാസന്തോഷം ഉണ്ടായി. അവരെ തുടർന്ന് യെരുശലേമിലെത്തി. യെരുശലേമിലെ സഭ മൂപ്പന്മാരൊക്കെ അവരെ സ്വീകരിപ്പാനായിട്ട് ഇടയായി തീർന്നു.
അങ്ങനെ ഇടയായി തീർന്നപ്പോൾ അവർക്ക് നൽകുവാൻ, അവരോടും പറയുവാൻ, തങ്ങളുടെ മിഷണറി യാത്രയിൽ കൂടെ അവർക്കുണ്ടായതായ ആ അനുഭവത്തെ കുറിച്ച് അവരോടും പറയുവാൻ അവിടെയും പറയുന്നുണ്ട്, ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തത്. പൗലോസ് പറഞ്ഞില്ല ഞാൻ അത് ചെയ്തു, ബർന്നബാസ് പറഞ്ഞില്ല ഞാൻ ഇത് ചെയ്തു, ഞങ്ങൾ വീര്യപ്രവർത്തികൾ ചെയ്തു, ഞങ്ങൾ അടികൊണ്ടു, ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഇതൊന്നും അല്ല അവർക്ക് പറയുവാനായിട്ടുള്ളത്. നോക്കിക്കാട്ടെ എത്ര അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്. ഈ പറയുന്ന അപ്പോസ്തലന്മാരുടെയും പൗലോസിന്റെയും ബർന്നബാസിന്റെയും ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടു. അവർ വീര്യപ്രവൃത്തി ചെയ്തു അല്ലെങ്കിൽ അവർ കഷ്ടത ഏറ്റു എന്നുള്ളതൊന്നും അല്ല അവര് പറയുന്നത്. അവര് പറയുന്നത് എന്താണ്? ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു. തീർച്ചയായിട്ടും അതിനകത്ത് വീര്യപ്രവൃത്തികൾ ഒക്കെ നടന്നത് പറഞ്ഞിട്ടുണ്ടാകും. അവർക്ക് കഷ്ടതകൾ ഏറ്റത് അവർ പറയുന്നില്ല. കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരുപാട് കഷ്ടതകൾ ഏൽക്കേണ്ടി വരും, അത് സംശയമൊന്നുമില്ല. പക്ഷെ അവർക്കുണ്ടായ സന്തോഷമാണ് അവിടെയും അവർ ഉയർത്തി കാണിക്കുവാൻ ശ്രമിച്ചത്. ഞങ്ങൾ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല, മറിച്ച് ദൈവം, കർത്താവ് തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതായ കാര്യം. അവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ കംപ്ലീറ്റ് മഹത്വം ആർക്കാണ്? സ്വർഗത്തിലെ ദൈവത്തിനാണ്. തങ്ങളുടെ കഴിവ് കൊണ്ട് ഓടിയതോ നേടിയതോ എന്നവർ പറയുന്നില്ല. ഈ കഷ്ടത മുഴുവനും, കല്ലേറ് കൊണ്ടത്, ചാവാൻ പോയത്, ഇതൊന്നും അവർ മിണ്ടുന്നില്ല. അവർക്ക് പറയുവാനായിട്ടുള്ളത് എന്താണ്? ദൈവത്തെ ഉയർത്തി കാണിക്കുക. കഷ്ടതയിലും സങ്കടത്തിന്റെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും തങ്ങളുടെ കഷ്ടതയും സങ്കടങ്ങളും ഒക്കെ സെക്കൻഡറി മാത്രമാണ്. പ്രൈമറി കർത്താവ് ചെയ്ത വൻ കാര്യങ്ങൾ, കർത്താവ് അവരിൽ കൂടെ പ്രവർത്തിച്ചതായിട്ടുള്ള വിധങ്ങൾ, അനുഭവങ്ങൾ, ദൈവനാമം മഹിമപ്പെടുത്തുക. തങ്ങളുടെ പ്രതികൂലങ്ങളല്ല അവർക്ക് വിഷയം, മറിച്ച് തങ്ങളുടെ എല്ലാ അനുഭവത്തിലും ദൈവത്തെ ഉയർത്തി കാണിക്കുക. ഇന്ന് കൊറോണയുടെ മധ്യത്തിൽ കൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ഈ സാഹചര്യത്തിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളതായ സങ്കടത്തിന്റെയോ കഷ്ടതയുടെയോ ബുദ്ധിമുട്ടിന്റെയോ നടുവിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ദൈവമക്കളെ, നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ സങ്കടങ്ങൾ ഇതെല്ലാം സെക്കൻഡറിയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൂരിരുൾ താഴ്വരയിലും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം ദൈവത്തിന്റെ ജനമെന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ കാണിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കാണുന്നത് ആ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ പരീക്ഷ പക്ഷത്തിൽ നിന്നും വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു. 1-ാം വാക്യത്തിൽ പറഞ്ഞതായ ആ കാര്യം ഏത്? പരിച്ഛേദന കൂടെ കഴിച്ചെങ്കിൽ മാത്രമേ രക്ഷ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് പരീശന്മാരായിരുന്നവർ പരീശപക്ഷത്ത് നിന്നും ക്രിസ്ത്യാനികളായി മാറിയ യഹൂദ ക്രിസ്ത്യാനികൾ, മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. യഹൂദന്മാരായ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്? അവർ വീണ്ടും ഈ വിഷയം, അന്ത്യോക്യയിൽ വെച്ച് തർക്കം നടന്നതായ ആ വിഷയം വീണ്ടും യെരുശലേം കൗൺസിലിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന് അവിടെ പറയുകയാണ്, മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. ഞാൻ ഓർപ്പിച്ചല്ലോ, മോശയുടെ ന്യായപ്രമാണം എന്താണ്? എല്ലാ പുരുഷ പ്രജയും സർക്കംസിഷൻ ഏറ്റെടുത്താലേ പറ്റുകയുള്ളൂ, 8-ാം നാളിൽ അവർ സർക്കംസിഷൻ ഏറ്റെടുത്താലേ പറ്റുകയുള്ളൂ. ഇതാണ് അവരുടെ ആർഗ്യുമെന്റ്. ആ മോശയുടെ ന്യായപ്രമാണം അവരനുസരിച്ചാലേ പറ്റുകയുള്ളൂ. 6-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഈ സംഗതിയെ കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. വളരെ തർക്കമുണ്ടായി. പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, ഓക്കെ, നമ്മളവിടെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുകയാണ്. ഞാൻ മീറ്റിംഗ് വിളിച്ചു, കൗൺസിൽ വിളിച്ചു. കൗൺസിൽ വിളിച്ചപ്പോൾ ഇതിന്റെ ഒരു പൊതു സ്വഭാവം നോക്കിക്കോണം. ജനാധിപത്യം, ഡെമോക്രസി. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വളരെ തർക്കമുണ്ടായി. അതായത് നല്ല ഒരു ചർച്ച നടക്കുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്, നല്ല ഒരു ഡിബേറ്റ് നടക്കുകയാണ്. ഈ ഡിബേറ്റിനുള്ള അവസരം കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷ പക്ഷത്തു നിന്ന് വന്ന ക്രിസ്ത്യാനികൾക്കും പൗലോസിനെയും ബർന്നബാസിനെയും അംഗീകരിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആർഗ്യുമെന്റിനെയും, അവരുടെ ആർഗ്യുമെന്റ് എന്താകുന്നു എന്ന് ചോദിച്ചാൽ പരിച്ഛേദന ആവശ്യം ഇല്ല, രക്ഷയ്ക്ക് ഒരു പ്രവൃത്തിയും നിതാന്തമല്ല. താഴേക്ക് വരുമ്പോൾ നമുക്കത് കാണാം. ഇപ്പോൾ പരിച്ഛേദന രക്ഷയ്ക്ക് ആവശ്യം ഇല്ല എന്നുള്ളതാണ് അപ്പോസ്തലന്മാരുടെ അല്ലെങ്കിൽ പൗലോസിന്റെയും ബർന്നബാസിന്റെയും ആർഗ്യുമെന്റ്. ഇവിടെ ഒരു ടൈറ്റ് ആർഗ്യുമെന്റ് നടക്കുകയാണ്. സഭയുടെ കൗൺസിലുകളും അല്ലെങ്കിൽ
മണ്ഡലങ്ങളും പ്രതിസഭകളും ഒക്കെ നടക്കുന്നതായിട്ടുള്ള സമയത്ത് ആർഗ്യുമെന്റ് നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഒരു ഇടവകയുടെ പ്രതിസഭ തന്നെ നടന്നു കഴിഞ്ഞാൽ ആർഗ്യുമെന്റ് എത്രത്തോളം ഹീറ്റ് ആവും എന്നുള്ളത് നമുക്കറിയാം. ഞാൻ മുമ്പേ ആദ്യമേ ഓർമ്മിപ്പിച്ചു, ഈ ഒന്നാമത്തെ ജെറുസലേം കൗൺസിലിനുണ്ടല്ലോ ഒരുപാട് പ്രത്യേകതകളുള്ള, നമുക്കെല്ലാം മാതൃകയാവേണ്ടതാണ്. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചു, ഒരു ഡൗട്ട് ഉണ്ടായി, ഒരു ആർഗ്യുമെന്റ് ഉണ്ടായി. ആ ആർഗ്യുമെന്റ് പേരിൽ കോടതിയിലേക്ക് പോവുകയായിരുന്നില്ല, നേരെ മറിച്ച് സഭാ നേതൃത്വത്തിന്റെ അരികിലേക്ക് പോകുന്നു. സഭാ നേതൃത്വത്തിന്റെ അരികിൽ വന്നപ്പോൾ ഈ ജനക്കൂട്ടം, ഒരു വലിയ ജനക്കൂട്ടമോ വലിയ ജനസമൂഹം എന്ന് നമുക്ക് കാണാം. 12ാമത്തെ വാക്യം നിങ്ങൾ നോക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ജനസമൂഹം, ദി അസംബ്ലി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ അന്ന് ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നതായിട്ടുള്ള സഭയുടെ പ്രമാണികളും അപ്പോസ്തലന്മാരും എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ട്. ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങളെ ചർച്ച ചെയ്യുവാൻ അനുവാദമുണ്ടായിരുന്നു, അനുവദിച്ചു, ചെയ്തു, ചർച്ച ചെയ്തു, ഹീറ്റഡ് ആർഗ്യുമെന്റ്. പക്ഷെ ഞാൻ ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് അസന്നിഗ്ധമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു വേർഡ് പോലും, ഒരു വാക്ക് പോലും, ഒരു വാക്കുകൊണ്ട് പോലും അന്യോന്യം അവർ മുറിപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് അച്ഛൻ ഇത്ര ധൈര്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. അതിന് റീസൺ ഉണ്ട്. ഒരു വാക്ക് പോലും മോശപ്പെട്ടത് പറഞ്ഞിട്ടില്ല, മുറിപ്പെടുത്തിയത് പറഞ്ഞിട്ടില്ല. ആർഗ്യുമെന്റുകൾ ഉണ്ടായിരുന്നു. തങ്ങൾ അവരവരുടേതായിട്ടുള്ള വശങ്ങൾ കൃത്യമായിട്ട് ആർഗ്യൂ ചെയ്തു. ഒരു വാക്ക് പോലും ആർക്കും മുറിപ്പെടുത്തിയിട്ടില്ലെന്നും ഈ മീറ്റിംഗ് ആരുടെ കൺട്രോളിലായിരുന്നു എന്നുള്ളതും അല്പസമയത്തിന് ശേഷം നമുക്ക് കാണാം. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, ഒത്തിരി സസ്പെൻസ് ഒന്നും ഇടേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സസ്പെൻസ് ഇടാതെ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. 28ാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ചില കാര്യങ്ങൾ, വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചുത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായി വർജിക്കുന്നത് ആവശ്യമെന്നല്ല, അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. അല്ലെ? എന്നാ പറഞ്ഞേക്കുന്നത്? ചില കാര്യങ്ങൾ, അത് യാക്കോബ് പറഞ്ഞിരിക്കുന്ന ഒരു ഡിസിഷനാണ്. അത് ആ ഡിസിഷൻ അവര് അംഗീകരിക്കുന്നുണ്ട്. ആ ഡിസിഷനെ വെച്ചിട്ടാണ് യാക്കോബ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുക. ആ കൽപ്പനയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് അവിടെ പറഞ്ഞതിന് ശേഷം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്നതാ പറഞ്ഞിരിക്കുന്നത്? ഇതിൽ കൂടുതലായിട്ട് ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തണ്ട എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. ആരുടെ കൺട്രോളിലായിരുന്നു ദൈവമക്കളെ അസംബ്ലി? മുറിപ്പെടുത്തുന്ന ഒരു വാക്ക് പോലും ജെറുസലേം കൗൺസിലിൽ ഉണ്ടായിട്ടില്ല എന്ന് മുമ്പേ പറഞ്ഞതിന്റെ റീസൺ ഇത് മാത്രമാണ്. പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെട്ടതായിരുന്നു ആദ്യത്തെ ജെറുസലേം കൗൺസിൽ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനും, ഫസ്റ്റ് ഓഫ് ഓൾ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദെൻ അസ്, പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. വെറുതെ അല്ല, ആ മീറ്റിംഗിൽ വ്യാപരിച്ചതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവാണ് ആ അസംബ്ലിയെ നിയന്ത്രിച്ചതെന്ന് സംശയലേശം എന്നെ പറയുവാനായിട്ട് കഴിയും. നമ്മുടെയൊക്കെ കൂടിവരവുകൾ, ഇങ്ങനെയുള്ളതായ കൗൺസിലുകൾ, ജെറുസലേം കൗൺസിൽ പോലെയുള്ളതായ ഇതുപോലെയുള്ള അസംബ്ലികൾ ആര് നിയന്ത്രിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. മനുഷ്യനാണോ നിയന്ത്രിക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണോ നിയന്ത്രിക്കുന്നത്? ഓരോരുത്തരും എഴുന്നേറ്റ് അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവനവൻ ചിന്തിക്കണം, ഞാൻ ദൈവത്തിന്റെ വക, ഞാൻ ദൈവത്തിന്റെ രാജ്യം, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നതായിട്ടുള്ള അനുഭവം. എന്റെ ഉള്ളിലുള്ളതായ പരിശുദ്ധാത്മാവിനെ ഞാൻ ദുഃഖിപ്പിക്കുവാൻ പാടില്ല. എന്റെ വാക്കുകൾ കൊണ്ട് എന്റെ ഉള്ളിലുള്ളതായ പരിശുദ്ധാത്മാവിനെ ഞാൻ ദുഃഖിപ്പിക്കുവാൻ പാടില്ല എന്ന് അവനവൻ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട്
തങ്ങൾക്ക് പറയുവാനായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറിപ്പെടുത്തലും ഉണ്ടാവുകയില്ല. എന്നാൽ ജനാധിപത്യമായിട്ട് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് കാണുവാൻ കഴിയും. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ കൃപ വ്യാപരിപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അതോടൊപ്പം തന്നെ തീരുമാനങ്ങൾ ഉരുത്തിരിയുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ദൈവകൃപയോടുകൂടെ ഉള്ളതായ കൂടിവരവുകൾ, കൗൺസിലുകൾ തീർച്ചയായിട്ടും അതിന്റെ നിയന്ത്രണം സ്വർഗത്തിലെ ദൈവത്തിനും അവന്റെ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനും ആണ് എന്നുണ്ടെങ്കിൽ സമാധാനത്തോടുകൂടെ ദൈവിക നിയന്ത്രണത്തോടുകൂടെ അത് അവസാനിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയും. നമുക്ക് മടങ്ങി വരാം. അവിടെ 15-ാമത്തെ അധ്യായത്തിലേക്ക് തന്നെ വരാം. അവിടെ എന്താ സംഭവിച്ചത്? ഞാൻ ഓർമ്മിച്ചല്ലോ, പരമായ രീതിയിൽ കാര്യങ്ങൾക്ക് ഡിസ്കഷൻ ഉണ്ടായി. അതിനുശേഷം 7-ാമത്തെ വാക്യം, വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, ഇവിടെ മുതല് കഥ മാറുകയാണ്. നേതൃത്വമൊക്കെ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെക്കുറിച്ചുള്ളതായ കൺഫ്യൂഷൻസും ഡൗട്ട്സും ഒക്കെ ക്ലിയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് അവർ നല്ല ഡിബേറ്റ് നടത്തി, ചർച്ച നടത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആർഗ്യൂ ചെയ്തു. അതിനുശേഷം പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റു. പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റതിന് ശേഷം അവരോട് പറയുന്ന കാര്യമാണ് ഇനി നമ്മൾ കാണുന്നത്. ഇനി മുതല് ജനത്തിന് ചർച്ച ചെയ്യുവാനായിട്ട് അവർ അവസരം കൊടുത്തു. അതിനുശേഷം അന്നത്തെ നേതൃത്വം എഴുന്നേറ്റ് അവരോട് സംസാരിക്കുകയാണ്. അവിടെ സംസാരിക്കുന്ന രംഗം എന്താണ് നമ്മൾ കാണുന്നത്? കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണം എന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. പത്രോസ് പറയുന്നതായ ഈ സംഭവം ഏതാകുന്നു എന്ന് ചോദിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തികളിലെ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കൊർന്നേലിയോസിന്റെ അനുഭവം. കൊർന്നേലിയോസ് ജാതീയനായിരുന്നു. ആ കൊർന്നേലിയോസ്, ശതാധിപനായിരുന്ന കൊർന്നേലിയോസിന്റെ അരികിലേക്ക് പോകണം എന്നുള്ളതായ ഒരു വിഷൻ പത്രോസിന് ലഭിക്കുകയുണ്ടായി. പത്രോസ് വിശന്ന് ഇരിക്കുന്ന നാട്ടിലെ സമയത്ത് അല്പസമയം ഒന്ന് അൺകോൺഷ്യസ് ആയി. ആ സമയത്ത് അദ്ദേഹം കണ്ട ദർശനം എന്താണ്? ആകാശത്തു നിന്നും ഒരു വലിയ തുപ്പട്ടിയിൽ ഇറങ്ങി വരുന്നതായിട്ടുള്ള മൃഗങ്ങളെ കാണുവാനായിട്ട് കഴിയും. നീ എഴുന്നേറ്റ് ഇതിനെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഇതിനെ ഞാൻ എങ്ങനെയാ കഴിക്കുന്നത്? ശുദ്ധീകരിച്ചതും ശുദ്ധീകരിക്കപ്പെടാത്തതുമായിട്ടൊക്കെ ഉള്ളതുണ്ടല്ലോ. ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ എന്തിനാണ് സംശയിക്കുന്നത്? അപ്പോഴാണ് അദ്ദേഹം ഒരു വർത്തമാനം കേൾക്കുന്നത്, എഴുന്നേറ്റ് കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് പോവുക. അങ്ങനെ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പോവുകയും കൊർന്നേലിയോസ് അദ്ദേഹത്തെ സ്വീകരിക്കുകയും അവിടെ വെച്ച് സുവിശേഷം പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷം പറയുമ്പോൾ എന്താണ് സംഭവിച്ചത്? പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മാത്രയിൽ തന്നെ 10-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസ് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വാക്കുകളെ 44-ാം വാക്യത്തിൽ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവിടെ കൂടി വന്നിരുന്ന, അത് വിശദമായിട്ട് ഞാൻ കൊർന്നേലിയോസിന്റെ ഭാഗങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഇനിയും ആ ഭാഗം ഞാൻ റിപ്പീറ്റ് ചെയ്യത്തില്ല. ഈ കൊർന്നേലിയോസ് വളരെ മനോഹരമായിട്ട് അവിടെ ഞാൻ പഠിപ്പിച്ച അന്നാണ്. കേട്ടിട്ടില്ലാത്തവർ യൂട്യൂബിൽ കയറി കേട്ടിക്കൊള്ളുക. ആ ഭാഗം തന്റെ സുഹൃത്തുക്കളെയും അയൽവക്കക്കാരെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ചാണ് അന്നത്തെ പത്രോസ് വരുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രാർത്ഥനാ മീറ്റിംഗിൽ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഈ പ്രസംഗം, പത്രോസ് പ്രസംഗിക്കുന്ന പ്രസംഗം എല്ലാവരും കേൾക്കുകയാണ്. ആ കേൾക്കുന്ന മാത്രയിൽ എന്ത് സംഭവിക്കുന്നു എന്നാ പറയുന്നത്? എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഇവരാരും സർക്കംസിഷൻ ചെയ്തിട്ടുള്ളവരല്ല, പരിച്ഛേദന ചെയ്തിട്ടുള്ളവരല്ല. പക്ഷെ അവർക്ക് എന്ത് വന്നു? പ്രസംഗം കേട്ട മാത്രയിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് വന്നു. പരിശുദ്ധാത്മാവ് വരിക മാത്രമല്ല, അവരടുത്തതായിട്ട് ചെയ്തത് എന്താണ്? അന്യഭാഷയിൽ അവർ സംസാരിച്ചു. നോക്കണം, അന്യഭാഷയിൽ അവർ സംസാരിച്ചു അല്ലേ? 45-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. കൊർന്നേലിയോസിന്റെ ഭവനക്കാരും അന്ന് കൊർന്നേലിയോസിന്റെ വീട്ടിൽ കൂടി വന്നതായിട്ടുള്ള ഒരു കുഞ്ഞുങ്ങളും പരിച്ഛേദന ഏറ്റവരല്ല. പക്ഷെ അവർക്ക് എന്ത് ലഭിച്ചു? പരിശുദ്ധാത്മാവിനെ ലഭിച്ചു, അന്യഭാഷയെ ലഭിച്ചു.
അതിനുശേഷമാണ് അവർ സ്നാനമേറ്റതെന്നുള്ളതും ഞാനന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ സ്നാനമേറ്റതിന് ശേഷമല്ല പരിശുദ്ധാത്മാവ് വന്നതും, പിന്നെ കാത്തിരുന്നതിന് ശേഷമല്ല അന്യഭാഷ ലഭിച്ചതും. ഇന്ന് നമ്മളെ പഠിപ്പിക്കും ആദ്യമേ സ്നാനമേൽക്കണം, സ്നാനമേറ്റു കഴിഞ്ഞതിന് ശേഷമേ പിന്നെ കാത്തിരിക്കണം, അപ്പോഴേ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ, അതിനുശേഷമേ അന്യഭാഷ വരത്തുള്ളൂ. കൺഫ്യൂഷൻ ഉണ്ടാക്കുക. നുഴഞ്ഞു കയറ്റക്ക, മുമ്പേ ഞാൻ പറഞ്ഞ വാക്ക്, നുഴഞ്ഞു കയറ്റം, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ആദിമ നൂറ്റാണ്ടിൽ, ആദിമ സഭാ കാലയളവിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വിവിധ നിലകളിലായിരുന്നു. ഒരു പ്രത്യേക സ്ട്രാറ്റജിയിലല്ല അവിടെ വർക്കിംഗ് നടന്നിട്ടുള്ളത്. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ നടന്നതുപോലെയല്ല എത്യോപ്യക്കാരനായ ഷണ്ണന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. ഓരോ വിധത്തിലാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന ക്രമപ്രകാരം ആദ്യമേ സ്നാനമേൽക്കണം, അതിനുശേഷം 40 ദിവസം കാത്തിരുന്നേലേ, 50 ദിവസം കാത്തിരുന്നേലേ ആത്മാവ് കിട്ടത്തുള്ളൂ. ഇതൊക്കെ ദുരുപദേശമാണ് ദൈവമക്കളെ. പരിശുദ്ധാത്മാവ് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ എങ്ങനെ വർക്ക് ചെയ്തെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്ന കാര്യമല്ല, വചനം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യരോട് പറഞ്ഞ, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കെ, വരച്ച് കിട്ടിയിരിക്കെ. അല്ലേ? ദുരുപദേശം കൊണ്ടുവന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി. കർത്താവിൽ വിശ്വസിച്ച്, നമുക്കറിയാമല്ലോ, ഇനിയും ഇതിന്റെ അടുത്തുള്ള അധ്യായങ്ങളിലേക്ക് 16, 17, 17-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ വരുമ്പോ പൗലോസും ശീലാസും കൂടെ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ കാര്യങ്ങൾ ഉണ്ടാകുന്നു, വലിയ എർത്ത് ഒക്കെ ഉണ്ടാകുന്നു. അന്നേരം ജയിലർ ഇവരുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ചോദിക്കുന്ന എന്താണ്? സഹോദരന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം രക്ഷ പ്രാപിപ്പാൻ? പൗലോസ് അവനോട് പറയുന്നു, ജയിലറിനോട് പറയുന്നത്, ബിലീവ് ഇൻ ക്രൈസ്റ്റ് ജീസസ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നത്തിങ് മോർ, നത്തിങ് ലെസ്. To receive salvation, we need to believe in God, have faith in God. That is what Peter says here, verse 9. 8-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്? വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സാങ്ക്ടിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, നോട്ട് സാങ്ക്ടിഫിക്കേഷൻ ബൈ circumcision or any other deeds. Sanctification or cleansing or purification by faith. വിശ്വാസത്താലുള്ളതായ ശുദ്ധീകരണം. നമുക്കറിയാം ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണം. ഇവിടെ വിശ്വാസത്താലുള്ള ശുദ്ധീകരണം. പരിച്ഛേദന എന്ന് പറയുന്ന കർമ്മമാർഗമല്ല ഒരുത്തനെ ശുദ്ധിയുള്ളവനാക്കി തീർക്കുന്നത്. നമുക്കറിയാം, അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ന്യായപ്രമാണം വരുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവനാണ് അബ്രഹാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവനെ നീതിയായി കണക്കിട്ടു. അല്ലേ? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താ? നീതീകരണത്തിന് ആധാരം, ശുദ്ധീകരണത്തിന് ആധാരം എന്താ? ബിലീവ് ഇൻ ക്രൈസ്റ്റ് ജീസസ്, ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. വിശ്വാസത്താലുള്ളതായ ശുദ്ധീകരണം അവിടെ പറഞ്ഞിരിക്കുകയാണ്. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. ജാതികൾക്കും യഹൂദന്മാർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. ഒരു വാക്യം കൂടെ അതിന് ഉപോത്ബലകമായിട്ട് ഞാൻ പറയാം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. യോഹന്നാൻ 15-ന്റെ 3-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ഇവിടെ നമ്മൾ കണ്ടത് വിശ്വാസത്താലുള്ളതായ പ്യൂരിഫിക്കേഷൻ ഓർ സാങ്ക്ടിഫിക്കേഷൻ. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് യേശു തമ്പുരാൻ ശിഷ്യന്മാരോട് പറയുമ്പോൾ പറയുന്നത് എന്താണ്? ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം, സാങ്ക്ടിഫിക്കേഷൻ ബൈ ദ വേർഡ് ഓഫ് ഗോഡ്, വചനത്താലുള്ള ശുദ്ധീകരണം. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം, 26-27 വാക്യത്തിൽ പറയുമ്പോൾ എന്താണ്?
വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമാക്കി തീർക്കുന്നു. കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമാക്കി തീർക്കുന്നത് എങ്ങനെയാണ്? വചനത്തോടു കൂടിയ ജലസ്നാനം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ജനമേ, കർമ്മമാർഗങ്ങളല്ല ഒരു ദൈവ പൈതലിനെ ശുദ്ധീകരിക്കുന്നത്. പിന്നെ എന്താണ്? കർത്താവിലുള്ള വിശ്വാസം, ദൈവത്തിന്റെ വചനം. ഇത് നമ്മെ വിശുദ്ധിയിലേക്ക് ശുദ്ധീകരിക്കുന്നതിന് മുഖാന്തരമായി തീരുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വയ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? ഇൻട്രൂഡേഴ്സ് ആയിട്ട്, ഉപദേശ പിശകുമായിട്ട് കടന്നു വന്നതായ ആളുകളെ പത്രോസ് വിളിക്കുന്നത് ദൈവത്തെ പരീക്ഷിക്കുന്നവർ. പത്രോസ് ചോദിക്കുന്ന ചോദ്യം കണ്ടോ? നമുക്കോ നമ്മുടെ പിതാക്കന്മാർക്കോ ഫുൾഫിൽ ചെയ്യുവാൻ കഴിയാത്തതായിട്ടുള്ള ആ യോക്ക്, ആ നുകം. വാട്ട് ഈസ് ദാറ്റ് യോക്ക്? ദ ലോ, ന്യായപ്രമാണം. ന്യായപ്രമാണം ഫുൾഫിൽ ചെയ്യുവാൻ പിതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടില്ല, പിന്നീടുള്ള തലമുറയ്ക്കും കഴിഞ്ഞിട്ടില്ല. ന്യായപ്രമാണം ഫുൾഫിൽ ചെയ്ത് കൊടുത്തതാരാണ്? കർത്താവായ യേശു തമ്പുരാൻ. ഇനി നമ്മൾ ഗലാത്യ ലേഖനത്തിലേക്ക് ഒന്ന് ഓടിപ്പോവുകയാണ്. അവിടെ രണ്ടാമത്തെ അധ്യായം സമയമുള്ളപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് വായിച്ചു കൊള്ളണം. ഇതുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കേണ്ടതായിട്ടുള്ളൊരു അധ്യായമാണ് രണ്ടാമത്തെ അധ്യായം ഗലാത്യ. അവിടെ അതിന്റെ 21-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നത് കണ്ടോ? ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്തിൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ അല്ലോ. പറഞ്ഞിരിക്കുന്നുണ്ടോ? ഒന്നുകൂടെ വായിക്കാം. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്തിൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ അല്ലോ. എന്തുകൊണ്ടാ പൗലോസ് ഘോരം ആർഗ്യൂ ചെയ്തത്? ഈ പൗലോസും ബർന്നബാസും ഇപ്പോൾ പത്രോസും ഒരുപോലെ നിന്ന് ഇത് പറയുന്നതിന്റെ കാരണം എന്താണ്? ഇപ്പോൾ കൃപ, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നടക്കുന്ന കാര്യമാണ്. എഫേസ്യ ലേഖനം 2:8 വാക്യത്തിൽ കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല. അപ്പോൾ പരിച്ഛേദന എന്ന കർമ്മമാർഗം കൂടി എടുത്തെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടൂ എന്ന് പറയുന്നിടത്ത് പൗലോസും ബർന്നബാസും ഇപ്പോൾ പത്രോസും പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് വൃഥാവിലായി പോയില്ലേ? അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ചു ക്രൂശിൽ നമുക്കെല്ലാവർക്കും വേണ്ടി. ഇനി നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഉള്ളവരല്ല. Those who believe in Christ Jesus, they are saved. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ. അപ്പോൾ രക്ഷയ്ക്ക് ആധാരം എന്താണ്? ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് രക്ഷയ്ക്ക് ആധാരം. അതുകൊണ്ടാണ് ഇവിടെ പത്രോസ് പറഞ്ഞത്, ഞാനും നിങ്ങളും യഹൂദന്മാരും യവനന്മാരും നമ്മൾ വിശ്വസിച്ചത് കൊണ്ട്, വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു. അതുകൊണ്ട് നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിയാത്തതായ ഒരു ഭാരം, ഒരു നുകം, ന്യായപ്രമാണം എന്നുള്ള നുകം എന്തുകൊണ്ടാണ് ശിശുമാരുടെ കഴുത്തിൽ വയ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത്? ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം കൂടെ വേഗം നോക്കാം. ഗലാത്യർ 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇവരെന്താ ഉദ്ദേശിച്ചേക്കുന്നത്? ഈ യഹൂദ ക്രിസ്ത്യാനികൾ എന്താ ഉദ്ദേശിച്ചേക്കുന്നത്? ആ നുഖത്തിന് കീഴിൽ, ആ ന്യായപ്രമാണത്തിന്റെ ശാപത്തിന് കീഴിൽ തന്നെ പിന്നെയും തുടരുക. ഇവിടെ യേശു തമ്പുരാൻ ക്രൂശിൽ കൂടെ ചെയ്ത ക്രിയ എന്താ ദൈവമക്കളെ? ക്രൂശിൽ കൂടെ ദൈവം എന്താണ് നമുക്ക് ചെയ്തത്? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. തന്റെ ക്രൂശു മരണം കൊണ്ട് ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്ന് നമുക്കവൻ വിടുതൽ നൽകുകയാണ് ചെയ്തത്. സ്വാതന്ത്ര്യം നൽകി. സ്വാതന്ത്ര്യം, ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നപ്പോൾ അടിമകളായിരുന്നു, സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഒരെണ്ണത്തിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവൻ ശാപഗ്രസ്തനാ. 99 ശരിയാക്കിയിട്ട് ഒരെണ്ണത്തിൽ തെറ്റിയാൽ അവൻ ശാപഗ്രസ്തനാ. അതുകൊണ്ട് എന്നും അടിമത്വത്തിൽ കിടക്കുക. എന്നാൽ യേശു തമ്പുരാൻ ചെയ്തത്, ക്രൂശിൽ താൻ ഈ ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് നിവർത്തിച്ച്
അവൻ നമ്മളെ സ്കോട്ട് ഫ്രീ ആക്കി തന്നു. സ്വാതന്ത്ര്യം, പരിപൂർണമായിട്ടുള്ളതായ സ്വാതന്ത്ര്യമാണ് ക്രൂശ് മരണത്തിൽ കൂടെ നമുക്ക് നൽകി തരുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്, ക്രൂശ് മരണത്തിൽ കൂടെ ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. ഇപ്പോൾ നിങ്ങൾ ന്യായപ്രമാണത്തിന് അടിമകളല്ല, മറിച്ച് എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പിന്നെയും അടിമ മുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകുവാനായിട്ട് പാടില്ല. 5-ാമത്തെ അധ്യായവും നമ്മൾ കൃത്യമായിട്ട് വായിക്കേണ്ടതാണ് കേട്ടോ. അതുകൊണ്ടാണ് 2-ാമത്തെ വാക്യമൊക്കെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ, എന്തുകൊണ്ടാ പരിച്ഛേദനയെ ശക്തിയുക്തം എതിർത്തത്? നിങ്ങൾ പരിച്ഛേദന ഏറ്റുകഴിഞ്ഞാൽ, ആവശ്യമില്ലാത്തതായിട്ടുള്ള ഈ കർമ്മമാർഗം ഏറ്റെടുക്കുവാനായിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല. അതായത് യേശു തമ്പുരാൻ ക്രൂശിൽ മരിച്ചത് വ്യർത്ഥം. മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെയും താഴേക്ക് അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പരിച്ഛേദന ഏൽക്കുന്നത് ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിപ്പാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുന്നവൻ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. പൗലോസ് ഗലാത്യരോട് പറയുന്നുണ്ട്, നിങ്ങൾ നന്നായി ഓടിയവരായിരുന്നു, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചു? ദുരുപദേശം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ, പരിച്ഛേദന ഏറ്റാൽ മാത്രമേ രക്ഷ പൂർത്തീകരിക്കുകയുള്ളൂ എന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ, ഞാൻ ഇത്രയും നിങ്ങളോട് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? രക്ഷാപൂർത്തീകരണം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ കൂടെ മാത്രം. ന്യായപ്രമാണത്തെ അവൻ ക്രൂശിൽ നിർവഹിച്ചു, നമ്മൾ അടിമകളായിരുന്ന നമുക്ക് സ്വാതന്ത്ര്യം നൽകി. ഇനിയും നിങ്ങൾ പഴയതിലേക്ക് പോയി പഴയ അടിമനുഖത്തിന് കാരണക്കാരായി അതിന്റെ കീഴിൽ നിൽക്കുവാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചതായിട്ടുള്ള കൃപ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഇവിടെ ഇവരോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ യേശുക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി. അതായത് പരിച്ഛേദന ഏറ്റുകഴിഞ്ഞാൽ ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ചതായ കഷ്ടതകളും പങ്കപ്പാടുകളും എല്ലാം വെറുതെയായി പോയി. ക്രിസ്തുവിൽ കൂടെ കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ആ കൃപ എന്തായി മാറിയെന്നാ പറഞ്ഞിരിക്കുന്നത്? വെറുതെ ആയി പോയി എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? കൃപയിൽ നിന്ന് നിങ്ങൾ വീണുപോയി എന്നാ പറഞ്ഞിരിക്കുന്നത്. താഴേക്കുള്ള വാക്യങ്ങളൊക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചുകൊള്ളുക. ഇതിനോടുള്ള ബന്ധത്തിൽ സമയം അവസാനിക്കാറായതുകൊണ്ട് ഞാൻ വേഗം മുമ്പോട്ട് പോകട്ടെ. 11-ാമത്തെ വാക്യം, കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവർ വിശ്വസിക്കുന്നു. ഇതാണ് എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലും പറഞ്ഞിരിക്കുന്നത്. അവരുടെ വിശ്വാസം എന്താണ്? കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും. യഹൂദന്മാരായ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാർ, ദുരുപദേശക്കാരുടെ ഉപദേശം എന്താണ്? സർക്കംസിഷനൂടെ കഴിഞ്ഞെങ്കിലേ രക്ഷയ്ക്ക് പൂർത്തീകരണമുള്ളൂ. പാവപ്പെട്ട വിശ്വാസികൾ എന്താ വിശ്വസിച്ചത്? കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതോടുകൂടെ ഞാൻ രക്ഷയ്ക്ക് അവകാശിയായി മാറുന്നു. ആ സിമ്പിൾ ലോജിക്, ആ സിമ്പിൾ ചിന്താഗതിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് യഹൂദ ക്രിസ്ത്യാനികൾ ചെയ്തത്, അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാർ ചെയ്തത്. ഇന്നുമുണ്ട് ആവശ്യമില്ലാത്തതായ തലമുടി നാരിഴ കീറി മുറിച്ചുള്ള ചിന്താഗതികൾ കൊണ്ടുവരുന്നവർ. അതുകൊണ്ട് എന്താ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. ഈ ടെററിസം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാമോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ടെററിസം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് മീൻ ബൈ ടെററിസം? തീവ്രവാദം, അല്ലേ? തീവ്രവാദം എന്താണ്? തീവ്രവാദം ഏത് വാദവും ഏത് ആർഗ്യുമെന്റും അതിന്റെ പരിധി വിട്ട് കഴിഞ്ഞാൽ തീവ്രവാദമായി. അത്രേ ഉള്ളൂ. അത് സിമ്പിൾ ലോജിക്കിൽ നമ്മളത് കണ്ടുവച്ചാൽ മതി. ഏത് വാദവും തീവ്രമായി കഴിഞ്ഞാൽ തീവ്രവാദമായി. ഇപ്പൊ നമുക്കറിയാമല്ലോ, ടെററിസ്റ്റുകൾ അവരുടെ ഐഡിയോളജി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഐഡിയോളജിയാണ്. അപ്പൊ അവർ അതിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അവർ പറയുന്നതാണ് ശരി. അതിനു വേണ്ടിയിട്ട് ഘോരഘോരം അവർ ആർഗ്യൂ ചെയ്യും. ഇപ്പൊ വിശുദ്ധ യുദ്ധം, ആ വിശുദ്ധ യുദ്ധം എന്നുള്ളത് അവരുടെ ഒരു പ്രത്യേക ഫാക്ടറാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവര് വിശുദ്ധ യുദ്ധം ചെയ്താൽ മാത്രമേ സ്വർഗം പോകുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ള പഠിപ്പിക്കൽ. ഇങ്ങനെയുള്ള ടെററിസ്റ്റുകൾ എവിടെ ഉണ്ടെന്നറിയാമോ? ആത്മീയ ലോകത്തുമുണ്ട്. ഞാൻ അവർക്ക് കൊടുക്കുന്ന പേര് സ്പിരിച്വൽ ടെററിസ്റ്റുകളെന്ന്, ആത്മീയ തീവ്രവാദികളെന്ന് ഞാൻ വിളിക്കും.
സ്പിരിച്വൽ ടെററിസം, ആവശ്യമില്ലാത്തതായ ചിന്താഗതികൾ മനുഷ്യനിലേക്ക് കുത്തിവെച്ച് അവനൊരു സംശയം ജനിപ്പിച്ച്. പിശാചിന്റെ ജോലി എന്താ ദൈവമക്കളെ? ഈസി അല്ലേ? അവൻ ഇത്രയും വലിയുള്ള, കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് വലിയ കത്തിയെടുത്ത് വടിവാളെടുത്ത് വെട്ടിക്കൊന്നത് പോലൊന്നും ക്രിസ്ത്യാനികളുടെ വടിവാളൊന്നും അവനെടുത്ത് തരത്തില്ല. അവന്റെ ആയുധങ്ങളൊക്കെ വളരെ സിമ്പിൾ സംഭവങ്ങളാണ് തരുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു കലക്കം ഉണ്ടാക്കുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി നമ്മളെ അങ്ങോട്ട് കലക്കി നിർത്തുക. അതാണോ ശരി, ഇതാണോ ശരി, അവൻ പറയുന്നതാണോ ശരി, ഇവൻ പറയുന്നതാണോ ശരി, ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ. ഒരു കുഴപ്പവും ഇല്ലാതെ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാ, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അന്നേരമാണ് ഒരുത്തൻ വന്ന് ഇങ്ങോട്ട് പറയുന്നത് അത് അങ്ങനെയല്ല, തലമുടി നാരിഴ കീറി മുറിച്ചുള്ള ഡിബേറ്റ് നടക്കുക. എന്ത് പ്രയോജനം? എന്തെങ്കിലും പ്രയോജനം? കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ, സംശയങ്ങൾ ഉണ്ടാക്കാൻ അല്ലാതെ എന്ത് പ്രയോജനം? ആത്മീയ കാര്യങ്ങൾക്കകത്തുള്ള ഉപദേശ വിഷയങ്ങൾക്കകത്ത് നമ്മൾ വലിയ രീതിയിലുള്ള തലമുടി നാരിഴ കീറി മുറിച്ചുള്ളതായ ചിന്തകൾ കൊണ്ടുവരും. ഇതൊക്കെ കൊണ്ടുവന്ന് സാമാന്യ വിശ്വാസിയെ കൺഫ്യൂഷൻ ഉണ്ടാക്കുവാനും അവന് കുറച്ച് ഡൗട്ട് ഉണ്ടാക്കാനും, എന്നാൽ അവന്റെ ഡൗട്ട് തീരുമോ അതുമില്ല. എടീ കുഞ്ഞെ, ആപ്പിള് സൂപ്പറാ, ആ ശരിയാ അല്ലേ, ഇത് കഴിക്കരുതെന്ന് നിന്നോട് ആരും പറഞ്ഞിട്ടുണ്ടോ? ആ വൃക്ഷം ഏദൻ തോട്ടത്തിന്റെ നടുവിൽ നിന്നപ്പോ ഈ ആദാമിനോ ഹവ്വായ്ക്കോ യാതൊരു വിഷയവും ഇല്ലായിരുന്നു ഓർക്കണം. അവരത് മൈൻഡ് പോലും ചെയ്തിട്ടുള്ള സംഗതിയല്ല. എന്നും അതിന്റെ ചോട്ടിൽ കൂടെ പോകും, അതെ പിടിച്ചിട്ടുണ്ട്, ഒരു പക്ഷെ താഴെ കിടക്കുന്ന കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരിക്കാം, താഴെ വീണിട്ടുണ്ട്, ഇതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. എല്ലാ വൃക്ഷത്തിന്റെ കൂട്ടൊരു വൃക്ഷം, കർത്താവ് പറഞ്ഞിട്ടുണ്ട് അത് തിന്നരുത്, ഓക്കെ തിന്നുന്നില്ല, പ്രശ്നമൊന്നുമില്ല. ഇവൻ വന്ന് പിടിച്ചത് എവിടാ? അതേ തന്നെ വലിഞ്ഞു കയറിയിട്ട് ചോദിച്ചു ഇത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതിനിൽ എന്താ സംഭവിച്ചത്? രണ്ടുപേരും കൂടെ കയ്യെ പിടിച്ച് ആടി ഉല്ലസിച്ച് നടന്ന ഏദൻ തോട്ടം. ഒരു കുഴപ്പവും ആ പിള്ളേർക്കില്ലായിരുന്നു. ദൈവം എന്നും വരുമായിരുന്നു, ദൈവത്തോടൊപ്പം അവർ സഞ്ചരിച്ചു, സന്തോഷമായിരുന്നു. ഈ പുള്ളിക്കാരൻ ഇൻട്രൂഡർ, നുഴഞ്ഞു കയറ്റക്കാരൻ ഏദൻ തോട്ടത്തിൽ പ്രവേശിച്ചു. ഈ മരത്തെ തന്നെ അവൻ കയറി. ഈ മരത്തെ തന്നെ കയറിയിട്ട് അത് കാണിച്ചേച്ച് ചോദിച്ചു ഇത് പറിച്ചാൽ എന്നാ കുഴപ്പം, ഇത് തിന്നാൽ എന്നാ കുഴപ്പം, നീ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഇതിന്റെ കളറൊന്ന് കണ്ടേ, എത്ര സൗന്ദര്യമുള്ളതാ, എത്ര ബ്യൂട്ടിഫുൾ ആണ്, ഇത് കഴിച്ചാൽ നീ ദൈവത്തെ. എന്തെല്ലാം കാര്യങ്ങൾ അവൻ പറിച്ചിട്ടത്. ഹി വാസ് എ ടെററിസ്റ്റ് അല്ലേ? അറിയാൻ വയ്യാത്ത ഹൗവ അത് കണ്ടപ്പോഴാലോചിച്ച ശരിയാണല്ലോടാ ഹൗവേ, ഇതിനകത്ത് എന്തെങ്കിലും പ്രത്യേകത കാണുമായിരിക്കും അല്ലേ? ഒരു കുഴപ്പവുമില്ലാത്ത ഒരു സ്ത്രീ കുഴപ്പത്തിലേക്ക് പോയി വീഴുകയാണ്. ദൈവത്തിന്റെ ജനമേ, വളരെ ജാഗ്രതയോടുകൂടെ ജീവിക്കുക, വചനം നന്നായിട്ട് മനസ്സിലാക്കുക. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞേക്കുന്നത് എന്താ? ഇങ്ങനെ കയറി വരുന്നവരെ വീട്ടിൽ കൈക്കൊള്ളുക പോലും ചെയ്തേക്കരുതെന്നാ പറഞ്ഞേക്കുന്നത്. ഇന്നത്തെ കാലത്ത് അവരവരുടെ സഭകൾ നന്നാക്കാനും അവരവരുടെ സഭകളിൽ ആളുകളെ കൂട്ടുവാൻ വേണ്ടിയിട്ടും ഇങ്ങനെ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ സുവിശേഷം പറഞ്ഞുകൊണ്ട് പൗലോസും ബർന്നബാസും ഒക്കെ ചെയ്തതുപോലെ ജാതികളുടെ ഇടയിലേക്ക് പോകുവാനായിട്ടോ അവിടെ സുവിശേഷം പറയുവാനായിട്ടോ കഴിയുന്നില്ല. ഒറ്റാലി കിടക്കുന്നതിനെ കൊണ്ടുപോകണം, അടിച്ചു മാറ്റണം. പുള്ളിന്റെ പരിപാടിയാണ്, പുള്ളിന്റെയും പരുന്തിന്റെയും പരിപാടിയാണ്. ജാഗ്രത ഉള്ളവരായിരിക്കണം, വചനത്തെക്കുറിച്ച് അറിവും നിശ്ചയവും ഉള്ളവരായിരിക്കണം. നമ്മളെ തെറ്റിക്കുവാൻ, വഞ്ചിക്കുവാൻ ഇന്ന് പിശാച് കയറി നടക്കുന്നതായിട്ടുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. ഈ 11ാമത്തെ വാക്യത്തോടുകൂടെ ഞാൻ ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ളതായ വാക്യങ്ങൾ അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇടവരട്ടെ. അതുകൊണ്ട് വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. ജെറുസലേം കൗൺസിൽ AD 49 സംഭവിക്കുന്നു. നല്ല മാതൃകകൾ കാണുവാൻ കഴിയുന്ന ജെറുസലേം കൗൺസിൽ തങ്ങൾക്കുണ്ടായതായിട്ടുള്ള ഒരു ഡൗട്ട്, അതിന് പേരിൽ ആർഗ്യുമെന്റ് ഉണ്ടായെങ്കിലും പബ്ലിക്കിലേക്ക് പോകാതെ ആത്മീയ നേതൃത്വത്തിന്റെ കീഴിൽ തന്നെ അതിനെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു. ആ പരിഹാരത്തിന്റെ ഭാഗമായിട്ട് സഭാ നേതൃത്വത്തിന്റെ അപ്പോസ്തലന്മാരുടെ അരികിലേക്ക് കടന്നു പോകുന്നു. അവിടെ കടന്നു ചെന്ന് അവിടെയും ചർച്ച ചെയ്യുവാനായിട്ടുള്ള അവസരം കൊടുത്തു. എന്നാൽ അവരുടെ ചർച്ചകൾ, അവരുടെ ആർഗ്യുമെന്റുകൾ, അവരുടെ വായിൽ നിന്ന് പോയതായിട്ടുള്ള വാക്കുകൾ ആ അസംബ്ലി മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടതായ ഒരു അസംബ്ലി ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആരെയും മുറിപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. അവരവരുടെ ആർഗ്യുമെന്റുകൾ അവരവർ പറഞ്ഞു. എന്നാൽ നമ്മൾ കാണുന്നതനുസരിച്ച് അവരുടെ ചർച്ചകൾക്ക് ശേഷം അപ്പോസ്തലന്മാർ അതിനകത്ത് കയറി ഇടപെടുന്നു. രണ്ട് പേരെ സംസാരിക്കുന്നുള്ളൂ. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പത്രോസും യാക്കോബും.
കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹോദരനായിട്ടുള്ള യാക്കോബ്. ഇവർ രണ്ടുപേരും മാത്രമാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വളരെ ഡെമോക്രാറ്റിക് ആയിട്ടായിരുന്നു, വളരെ ജനാധിപത്യപരമായിട്ടായിരുന്നു. പക്ഷെങ്കിൽ ഇവര് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസും ബർന്നബാസും അതിനിടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അവര് ജാതികളോട് സുവിശേഷം പറയുവാൻ പോയപ്പോൾ അനുഭവിച്ച ദൈവകൃപയെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. ഇവര് സംസാരിച്ചപ്പോൾ ജനസമൂഹം മുഴുവനും മിണ്ടാതിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. വഴക്കൊന്നും ഉണ്ടാക്കുകയല്ല, കാര്യം പറയുന്നത് കേട്ട് മിണ്ടാതെ അവരിയ്ക്കുക. വളരെ സൂക്ഷ്മതയോടുകൂടെ ഇവർ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് താഴെ കാണുവാൻ കഴിയുന്നത്. എന്നിട്ട് അവർ പറയുക, എന്നിട്ട് ഒരു തീരുമാനം വരികയാണ്. ആ തീരുമാനത്തെ ഏകകണ്ഠമായിട്ട് എതിരഭിപ്രായമുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ യോജിച്ചു. എന്തുകൊണ്ടാണ് ഈ യോജിപ്പുണ്ടായത്? പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ അത് നടന്നതുകൊണ്ട് അവിടെ യോജിപ്പുണ്ടായി, അനുഗ്രഹമുണ്ടായി. ആ ഒരു ഡിബേറ്റ് എത്ര ഭംഗിയായിട്ട് അവിടെ തീർന്നു. ഈ അപ്പോസ്തലന്മാർ എത്ര ഭംഗിയായിട്ട് അതിന് ലീഡർഷിപ്പ് കൊടുത്ത് ഹാൻഡിൽ ചെയ്തു. അതൊക്കെ അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ കൂടുതൽ ആ ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. ഈ വചനങ്ങളാൽ വചനത്തിൽ പരിജ്ഞാനമുള്ളവരായി നിലനിൽപ്പാൻ തക്കവണ്ണം നമ്മെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. അന്ത്യനാളുകളിൽ അനേക ദുരുപദേശങ്ങൾ കടന്നു വരും. ആ ദുരുപദേശങ്ങൾ കേട്ടുകൊണ്ട് അതിന്റെ പുറകാലെ പോകുവാനായിട്ടല്ല, വിശ്വാസത്താൽ ഉള്ളതായ ശുദ്ധീകരണം, കൃപയാൽ ഉള്ളതായ രക്ഷ, അത് ജീവിതത്തിൽ കരസ്ഥമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ നമ്മയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. തെറ്റിപ്പോകാതെ കർത്താവിനായി നിലനിൽപ്പാൻ അവിടുന്ന് നമ്മളെ സഹായിക്കട്ടെ. ദൈവം തന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.